കാറിൽ കൊണ്ടുപോയി ശംഖുമുഖത്തിറക്കി കടൽപ്പുറത്തുനിന്ന് 1/4 കിലോമീറ്റർ ദൂരത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ദേ കണ്ടോ, അതാ കടലെന്ന്. തിരയിലിറങ്ങി ഒന്ന് കാല് കഴുകാൻ പോലും അനുവാദം ഇല്ലായിരുന്നു. കുഞ്ഞിന്റെ വയറ്റ് തടിക്കല്ലേന്നും പറഞ്ഞ് പിള്ളച്ചേട്ടന്റെ ഒരേ കരച്ചിൽ. ഐസ്ക്രീം കഴിച്ചാൽ വയറ് കേടാകും, പൊരിച്ച ചോളം ഈച്ച വന്നിരുന്നതാ എന്നിങ്ങനെ കടപ്പുറത്ത് കാണുന്ന ഒരു സാധനവും വാങ്ങിച്ചു തരാനുള്ള അനുവാദവും ഇല്ല മുകളിൽ നിന്ന്. ഒടുക്കം മനസ്സുമടുത്ത് ഞാനിങ്ങ് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോ അച്ഛൻ ചോദിക്കുക, ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളേന്ന്. എന്നിട്ട് സൂപ്പർ ആയിരുന്നെന്ന് ഞാൻ മറുപടിയും കൊടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അർജുനേട്ടനെ ഒഴികെ. വിവാഹത്തിന് ശേഷം സന്തോഷമായിട്ട് ജീവിക്കാന്നാ ഞാൻ കരുതിയത്. അതിനിടെ അമ്മമാരുടെ ഇടയിലുള്ള വടംവലി. ഇപ്പോ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ? ഇപ്പൊ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ഞാൻ ഭാഗ്യവതി അർജുനേട്ടാ. അതിരിക്കട്ടെ, ഇങ്ങനെ തന്നെ ആയിരുന്നു വിഷ്ണുവിന്റെ കുട്ടിക്കാലം? മഹാ തല്ലിപ്പൊളിയാ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മോഷണ കേസ് വരെ കുടുങ്ങിയിട്ടുണ്ട് കക്ഷി. മോഷണ കേസിലോ? അതൊക്കെ ഒരു കഥയാ. ഈ വ്രതവും പൂജയൊക്കെ ഉള്ളോണ്ടേ വീട്ടിൽ മിക്കവാറും നോൺ വെജ് ഒന്നും വെക്കില്ല. അങ്ങനെ ഇരിക്കും എനിക്ക് കോഴിക്കറി കൂട്ടാൻ ഭയങ്കര കൊതി. ആന്നേ, ഞാൻ ആ ആഗ്രഹം അപ്പൊ തന്നെ കമലിനോട് പറഞ്ഞു. അവൻ അതിങ്ങനെ മനസ്സിലിട്ടോണ്ട് നടന്നു. പിന്നെ ഒരു ദിവസം അവനോട് പറയാ, വീട്ടിൽ നിന്ന് കോഴിക്കറിയാണ് ആശാൻ വരണമെന്ന്. സ്കൂളിൽ നിന്ന് ക്ലാസ്സും കട്ട് ചെയ്ത് നേരെ വെച്ച് പിടിച്ചില്ലേ കമലിന്റെ വീട്ടിലേക്ക്. ചെന്ന് കേറിയപ്പോഴേ ഈ മുളകൊക്കെ അരച്ച് വെച്ച നല്ല നാടൻ കോഴിക്കറി ഞാൻ മൂക്കുമുട്ടങ്ങ് കഴിച്ചു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാ. അത് കഴിഞ്ഞിട്ട് രസം എന്താന്ന് വെച്ചാലേ, പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോ കമലിന്റെ അയൽവക്കത്തുകാർ നമ്മുടെ വീടിന്റെ മുറ്റത്ത്. എന്താ കാര്യം, അവരുടെ പൂവൻ കോഴീനെ കാണാല്ലേ അത്ര. എന്താന്ന് വെച്ചാലേ, എനിക്ക് കോഴിക്കറി കഴിക്കാൻ വേണ്ടിട്ട് കമലൻ അയൽവക്കത്തുനിന്ന് ചൂണ്ടിയതാ കോഴീനെ. അവരാണെങ്കിൽ തീരെ പാവങ്ങളും. അവര് നിന്ന് സങ്കടം പറയുന്ന കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനില്ലേ കിച്ചണിൽ ചെന്നിട്ട് ഒരു മുട്ട എടുത്തോണ്ട് വന്നു. എന്നിട്ട് പരാതിക്കാർക്ക് കൊടുത്തു. എന്നിട്ട് ഞാനെന്താ പറഞ്ഞെന്നറിയോ, തൽക്കാലം ഇത് വിരിച്ചൊരു കോഴിയാക്കി മാറ്റിയിട്ടേ കള്ളനോട് ക്ഷമിക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഞാനൊന്ന് കൊച്ചല്ലേ, പരാതി വെക്കാനിരുന്ന അമ്മയാണെങ്കിലോ ഇരുന്ന ഇരിപ്പിലങ്ങോട്ട് ഉരുക്കിപ്പോയി. ഇതെനിക്ക് എപ്പാലോചിച്ചാലും ചിരി വരും. അല്ല അമ്മയുടെ ഇരിപ്പ് കണ്ടപ്പോ. ഹലോ, എന്താ ഞാൻ പറഞ്ഞല്ലേ ഇയാൾ കേട്ടാ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് തന്നെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മൗനവ്രതം എന്ന് പറഞ്ഞ വീട്ടിലിരിക്കാൻ അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? എപ്പോഴും എങ്ങനെ അഞ്ചുനോർദ്ദം. ഇവിടുന്ന് മടങ്ങി പോകണ്ടെന്ന് പോലും തോന്നിപ്പോവാ. അല്ല, സുസ്മിതയുടെ ശബ്ദമാണുള്ളത്. എന്താ അറിയില്ല, നീ മോളെ ഒന്ന് പിടിച്ച നോക്കിയാണ്. സുസ്മിതേ, ഇതെന്താ പറ്റിയത്? ആരാ നിലവിളിച്ച? ഇതെന്തോ രോഗത്ത് വെള്ളത്തിലുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ സുസ്മിതേ. സുസ്മിത പേടിച്ചിരിക്കുക.
ഞങ്ങളിവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് കാല് തെറ്റി ഞാനൊന്ന് വീണു. ശ്ശെ. പ്രീതിയും കുഞ്ഞും എവിടെ അർജുനേട്ടാ? അവൾ അപ്പുറത്തിരിക്കുക, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്തായാലും മുങ്ങിയില്ലേ, എന്നാ വാ കയറ്. നീ അവിടെ വീഴണ്ട, കൈ കെട്ടു. എന്റെ രോഹിത്തെ നോക്കിയും കൊണ്ടൊക്കെ വാ. അമ്മ പ്രീതി, ഇവളിതോടെ പോയി. ഇവിടെ ഇരിക്കുവായിരുന്നല്ലോ. പ്രീതി, പ്രീതി, നീ എവിടാ? ഹലോ പ്രീതി, പ്രീതി എവിടെയാ? പ്രീതി ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. അല്ല, അവിടെ നോക്കിയപ്പോഴും കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്നു. പ്രീതിയും കുഞ്ഞും എവിടെയാണെന്ന് നോക്കാം. വന്നേ. പ്രീതി, 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 പ്രീതി. കണ്ടോ വിഷ്ണുട്ടാ? ഇല്ല, അവിടെയൊന്നും ഇല്ല. നമ്മളോട് പറയാതെ അവൾ എങ്ങോട്ടാ പോയത്? നമുക്ക് അവിടെ നിന്ന് നോക്കി വരാം. പ്രീതി. ഓ ചുചോ, എന്തടാ എന്റെ പൊന്ന് പാല് കുടിച്ചാണോ? ഓ ഓ ഓ ഓ ഓ മതിയോ? പ്രീതി, ഓ ഓ ഓ കുടിച്ചു കുടിച്ചു. പ്രീതി. ഓ ഓ കരയല്ലേ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ പ്രീതി. നീ നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാരും കൂടി തിരയായിരുന്നു. അർജു ഇവിടെ ഉണ്ട്. എടി, നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്താ? അല്ലാതെ പിന്നെ നിന്നെ കാണാതെ ടെൻഷൻ ആവില്ലേ? ഇരിക്കുന്നു. ആരോടും പറയാൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കുഞ്ഞു വിശന്ന് കരഞ്ഞു അർജുനേട്ടാ. ഇവൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാറിയിരുന്നതാ. അത് ശരി. കാഴ്ച കണ്ടതും ആസ്വദിച്ചതും ഒക്കെ മതി. അപകടം നമ്മൾ 6 പേരുടെയും കൂടെ തന്നെയുണ്ട്. കൂട്ടത്തിലൊരു കൈക്കുഞ്ഞും കൂടി ഉണ്ടെന്ന് ഓർത്തോണം. ഇനി എന്ത് വിനോദവും ക്ഷേത്രത്തിലെ മധ്യാഹ്ന പൂജയ്ക്ക് ശേഷം മാത്രം മതി. പ്രീതിവാ, എണീറ്റ്. ശാലിനി, താനെന്താ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? ഇവളൊന്നും മാറിയെന്നതിന് താനെന്താ ടെൻഷൻ അടിക്കുന്നത്? അതൊന്നും പറഞ്ഞ വിഷ്ണുവേട്ടന് മനസ്സിലാവില്ല. അത് ശരി. വന്നേ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ
मृत्योर्मुक्षीयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात् ഇങ്ങേർക്ക് ബോറടിക്കില്ലേ ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന? സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത്. രോഹിത്, വല്ലാതെ ബോറടിക്കുന്നു. ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ദൂരെയെങ്കിലും പോകണ്ട, ആന ഇറങ്ങുന്ന കാടാ. ഇല്ല. ഓം ത്രയംബകേ യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത്. അതെ, നിക്ക്. അല്ല, എന്താ? എങ്ങോട്ടാ? അല്ല, ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന്. സൈറ്റ് സീയിങ്ങോ? ഇവിടുന്ന് സൈറ്റ് സീയിങ് ഒന്നുമില്ല. പോയാട്ടെ. അല്ല, അതെന്താ അങ്ങനെ? നിങ്ങളെന്താ ചാവാൻ തിരിഞ്ഞിറങ്ങിയാണോ? ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും അത് ഒടിഞ്ഞു വീണതാ. സൂയിസൈഡ് പോയിന്റ് എന്ന്. കാലൊന്ന് ഇടറിയാ ചെന്ന് വീഴുന്നതേ 10,000 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാ. അറിയാം, ബുൾഡോസർ കൊണ്ട് മാറ്റിയാൽ പോലും ഒരു പൊടി പോലും കിട്ടില്ല. അറിഞ്ഞോ അറിയാതെ 100 എണ്ണമാ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാറക്കെട്ടിൽ നിന്ന് വീണ് ചത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയോ? ആദ്യത്തെ കാഴ്ച അപകടം ഉണ്ടെന്ന് തോന്നുകയില്ല. എന്നാ ഞങ്ങൾ പോവാ. ആ, പോയിക്കോ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ആരതി തൊഴുതുള്ളൂ. സ്വാമി, എന്റെ ഭഗവാനെ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ സാധിക്കണേ.
ക്ഷേത്ര പരിസരത്ത് പ്രദക്ഷിണം വെച്ച് മടങ്ങിയെത്തി തൊഴുതു കഴിഞ്ഞ പഞ്ചകൈലാസത്തിലെ മൃത്യുഞ്ജയ പൂജ പൂർത്തിയായി. നക്ഷത്രദോഷം കൊണ്ട് കുഞ്ഞിന്റെ അമ്മയ്ക്കുള്ള ആപത്ത് പൂർണ്ണമായും അകലും. സ്വാമി, പ്രദക്ഷിണം എന്ന് പറയുമ്പോ ഉരുൾപൊട്ടലിൽ മുങ്ങിയെങ്കിലും ഉപദേവതാ പ്രതിഷ്ഠകളുടെ സാന്നിധ്യമുണ്ട് ഈ മണ്ണില്. അതിന്ന് മുളപൊട്ടിയ വൃക്ഷലതാദികളിൽ പോലും ശിവഭഗവാന്റെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഒരു ക്ഷേത്ര വിസ്തൃതി മനസ്സാ സങ്കല്പിച്ച് ബലം വെച്ച് വന്നോളൂ. കൈലാസനാഥന്റെ കനിവുണ്ടാവും. വാ. പ്രീതി വാ. വന്നേ. അതെ, എന്താ ഭക്തി കൂടിയോ? ഇപ്പഴാ രോഹിത് മനസ്സൊന്നും തെളിഞ്ഞത്. എന്റെ എല്ലാ ഭാരവും ഒഴിവാവാൻ പോവാ. അല്ല, മനസ്സിലെ അസൂയയും കുശുമ്പും വെറുപ്പും സ്വാർത്ഥതയും പകയും എല്ലാം ഒഴിവാകുമ്പോ തന്നെ മനസ്സിന്റെ ഭാരം കുറയില്ലേ? വാ. ഭൂതഗണനാഥ രക്ഷിക്കണേ. ശിവഭഗവാനെ, ഇതാ കുട്ടികൾ കൊണ്ടുവന്ന യന്ത്രമല്ലേ? ഇതെങ്ങനെ അഴിഞ്ഞ് നിലത്ത് വീണു? പിഴച്ചത് എനിക്കോ ആ കുട്ടികൾക്കോ? തെറ്റുപറ്റി, വലിയ തെറ്റുപറ്റി. ആ കുഞ്ഞിന്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഭഗവാനെ. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത്